ശോധനക്കുള്ള ഗുളികകളും ശോധനക്കുള്ള കുപ്പിമരുന്നുകളും കുടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ശോധനയുടെ ബുദ്ധിമുട്ട് കുടിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് മിക്കവാറും 40-50 വയസ്സ് കഴിഞ്ഞ ആളുകളോ അല്ലെങ്കിൽ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും കൂടുതലും കുടിക്കുന്നത് കാണപ്പെടാറുള്ളത്. ഇത്തരം ആളുകൾ മറ്റു മരുന്നുകളും കഴിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2-3 പോയിന്റ് മാത്രമാണ് ഞാൻ മുന്നിൽ വെക്കുന്നത്. അതായത് ശോധനക്ക് കുടിക്കുന്ന കുപ്പിമരുന്നോ അല്ലെങ്കിൽ ഗുളികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രാത്രിയാണ് സാധാരണ മരുന്ന് കുടിക്കാറുള്ളത്. അവിടെ നാം മറ്റു മരുന്നുകൾ എന്തെങ്കിലും കുടിക്കുന്നുണ്ടെങ്കിൽ അത് കുടിച്ച് മിനിമം 1 മണിക്കൂറെങ്കിലും കഴിയാതെ ശോധന കുപ്പിമരുന്ന് കുടിക്കരുത്. അതിൻ്റെ കാരണം എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. അതായത് നമ്മൾ മറ്റുള്ള ഗുളികകൾ കുടിച്ചു, കാൽഷ്യമോ അയണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ശോധനയുടെ കൊളസ്ട്രോൾ ഉള്ളതോ പ്രഷറിന് എന്തെങ്കിലും മരുന്ന് കുടിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്ന് കുടിച്ച് നിങ്ങളുടെ വയറിൽ കിടക്കുന്ന സമയത്ത് ലാക്സാക്റ്റീവ് ആയിട്ടുള്ള ശോധന കൂടുന്നതിന് ആവശ്യമായിട്ടുള്ള മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മരുന്നും തന്നെ കംപ്ലീറ്റ് താഴോട്ട് പോയിട്ട് ഇതിൻ്റെ ആഗിരണം കുറയും ചെയ്യും. നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ യഥാർത്ഥ അളവ് രക്തത്തിലോട്ട് എത്തില്ല, നാം ഉദ്ദേശിക്കുന്ന എഫക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ശോധനയുടെ കുപ്പിമരുന്നോ ഗുളികയോ കുടിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഗുളിക കുടിച്ച് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് മതി ഈ പറയുന്ന രീതിയിലേക്ക് ശോധന കുപ്പിമരുന്ന് കുടിക്കാൻ. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ശോധന കുപ്പിമരുന്ന് കുടിക്കുന്ന സമയത്ത് നമുക്ക് വയറ്റിൽ നിന്ന് നല്ലവണ്ണം പോകുന്നുണ്ടായിരിക്കുമല്ലോ. ഈ സമയത്ത് 2 കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഒന്ന്, വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് ഇലക്ട്രോലൈറ്റ്, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം പോലത്തെ ഇലക്ട്രോലൈറ്റുകൾ നമ്മുടെ ശരീരത്തിൽ കുറയുന്നതെന്ന് ശ്രദ്ധിക്കണം. അമിതമായിട്ട് ക്ഷീണം കാര്യമോ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ശോധനയുടെ കുപ്പിമരുന്ന് സ്റ്റോപ്പ് ചെയ്യണം. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ കൺസേൺ വേണം, ഫാർമസിൻ്റെ കൺസേൺ വേണമെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ പറയുന്നത്, ആ മരുന്ന് നിങ്ങൾക്ക് ക്ഷീണം ബുദ്ധിമുട്ടോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് പോയിട്ട് നിങ്ങൾ ഡോക്ടറോ ഫാർമസിയോ കാണിച്ച് സംസാരിച്ചതിന് ശേഷം മറ്റു മരുന്നിലോട്ട് മാറ്റം വരുത്താവുന്നതാണ്. അതുകൊണ്ട് ഇലക്ട്രോലൈറ്റ് ബാലൻസ് പ്രോപ്പറായിട്ട് കൊണ്ടുവരുത്തേണ്ടതാണ്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി നിങ്ങൾ കഴിക്കുന്ന മരുന്ന് ശോധനക്ക് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് തന്നെ വയറ്റ് നല്ലവണ്ണം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കുപ്പിമരുന്നിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അതായത് ഫൈബർ റിച്ച് ആയിട്ടുള്ള വീറ്റ് പോലത്തെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഈ നമ്മുടെ ഇലക്കറികൾ പോലത്തെ നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അമിതമായിട്ട് കഴിക്കുക, മാത്രമല്ല മലബന്ധം ഉണ്ടാകാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുക. ഇതിന് കാരണമായിട്ട് ഈ മരുന്നിൻ്റെ എഫക്റ്റ് കൂടുതലായിരിക്കും. അനാവശ്യമായിട്ട് മരുന്ന് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് പെട്ടെന്ന് ആ ഒരു എഫക്റ്റ് കൂളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരുന്നിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ശോധനയുടെ മരുന്ന് കുടിച്ചിട്ടും നിങ്ങൾക്ക് ശോധനക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്, വയറ്റൊന്നും പോകുന്നില്ല എന്നുള്ള പരാതികൾ ചില ആളുകൾ പറയാറുണ്ട്. അതായത് കുപ്പിമരുന്നായാലും ഗുളികയായാലും ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കുടിക്കുന്ന മരുന്നോ ഗുളികയായാലും ആഹാരത്തിന് മുമ്പ് കുടിക്കുക. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം ഗുളിക കുടിച്ച് ആമാശയത്തിലേക്ക് കയറി അതിൽ നിന്നും ഡുയോഡനം വഴി നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കയറി ലാർജ് ഇൻറ്റസ്റ്റൈനിൽ കയറിയിട്ട് ചെറുകുടലിൽ കയറിയതിന് ശേഷം വൻകുടലിൽ കയറിയതിന് ശേഷം നമ്മുടെ താഴ്ഭാഗത്ത് വയറ്റുനിന്ന് പോകുന്ന സമയത്ത് ആ ഭാഗത്ത് എത്തുമ്പോഴേക്കും ഇത് എത്തുന്ന ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമുക്ക് എഫക്റ്റ് വേണ്ടത് ഈ വൻകുടലിലും ചെറുകുടലിലും കൂടുതൽ എഫക്റ്റ് വന്നിട്ട് പെട്ടെന്ന് അവിടുത്തെ മൂവ്മെൻറ്റ്, അവിടുത്തെ ഇളക്കം കൂട്ടിയിട്ട് പോകണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ഗുളിക കുടിക്കുന്നത് അല്ലെങ്കിൽ കുപ്പിമരുന്ന് കുടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് മുകളിൽ മാത്രം നിൽക്കുള്ളൂ, താഴോട്ട് പോകുന്നുണ്ടായിരിക്കില്ല. അപ്പം ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ, ശോധനക്ക് ബുദ്ധിമുട്ട് നിങ്ങൾ കൂടുതലായിട്ടും വരുന്നുണ്ടെങ്കിൽ ആദ്യം കുപ്പിമരുന്ന് കുടിക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആഹാരം കഴിച്ചാൽ മതി. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മറ്റു മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നുകൾ തന്നെ ആദ്യം തന്നെ കഴിച്ചിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞ ശേഷം കുപ്പിമരുന്ന് കുടിച്ചാൽ മതി. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് നല്ല രീതിയിലേക്ക് തന്നെ മരുന്നിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. താങ്ക് യു.